കോഴിക്കോട് ചെറുവണ്ണൂരിൽ ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ പ്രവിശ ICUവിലാണ് തുടരുന്നത്. ഇന്നലെയാണ് മുൻ ഭർത്താവ് പ്രശാന്ത് യുവതിക്ക് നേരെ ആസിഡ് ഒഴിച്ചത്. വിവരങ്ങളുമായി ദിസ്ന ചേരുന്നു. ദിസ്ന, എന്താണ് അവസ്ഥ? വീണ, ഇന്നലെയാണ് ചെറുവണ്ണൂരിൽ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയുണ്ടായിരുന്ന പ്രവിശയെ മുൻ ഭർത്താവ് പ്രശാന്ത് മുൻവൈരാഗ്യം മൂലം ആസിഡ് ആക്രമണം നടത്തുന്നത്. ഫ്ലാസ്കിൽ കൊണ്ടുവന്ന ആസിഡുമായാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. അതിൽ അമ്മ സ്മിതിയുടെ അടക്കം പ്രതികരണം നമ്മൾ ഇന്നലെ തേടിയിരുന്നു. അതിൽ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന മുൻപും ഇത്തരത്തിൽ ഈ പ്രശാന്ത് വീട്ടിൽ വന്ന് അടക്കം ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മുൻകൂട്ടി നിരവധി തവണ പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ പ്രശാന്ത് വലിയ രീതിയിൽ ലഹരിക്കടിമയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർ വേർപിരിഞ്ഞ് താമസിക്കുവാൻ ഉണ്ടായ സാഹചര്യം എന്ന് തന്നെയാണ് അവരുടെ കുടുംബം പ്രതികരിക്കുന്നത്. എന്തായാലും മുഖത്തും നെഞ്ചിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. ICUവിലാണ് പ്രവിത ഇപ്പോഴും തുടരുന്നത്. അപകടനില തരണം ചെയ്തു എന്നൊരു കാര്യം തന്നെയാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രശാന്ത് ആസിഡ് ഒഴിച്ചതിന് ശേഷം എപ്പയൂർ പോലീസിൽ കീഴടങ്ങിയായിരുന്നു. താൻ ഇത്തരത്തിൽ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം അല്ലെങ്കിൽ ആസിഡ് ഒഴിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് നിരവധി കേസുകൾ, അതായത് ലഹരിക്കടിമയായിരുന്നു പ്രശാന്ത്. അതുകൊണ്ട് തന്നെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള വിവിധ കേസുകൾ പ്രതിയായിരുന്നു. നിരവധി തവണ പ്രവിശയുടെ കുടുംബം ഉൾപ്പെടെ ഇത്തരത്തിൽ ഭീഷണി ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ട് എന്നൊരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അപകടനില തരണം ചെയ്തു എന്നൊരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. മുൻപും സമാനമായ രീതിയിൽ പ്രവിശയെ ആക്രമിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചിരുന്നു എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇവർ 3 വർഷമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണ്. അത്തരത്തിൽ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു. വേറൊരു ജീവിതത്തിലേക്ക് പോവാൻ അനുവദിക്കില്ല എന്നൊരു കാര്യം പ്രശാന്ത് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്ന് തന്നെയാണ് ഈ പ്രവിശ്യയുടെ അമ്മ സ്മിതയും പറയുന്നത്. വീണ.